പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരിക്കാം. നമ്മുടെ ജീവിത പ്രയാസങ്ങളും കഷ്ടതകളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം. അമ്മ അവയെല്ലാം ഏറ്റെടുത്ത് നമ്മെ സഹായിക്കും. വിശ്വാസത്തോടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരിക്കാം. വിലാപങ്ങൾ 3:22 ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് ദൈവം നമ്മെ അഗാധമായി സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ നമ്മൾ ഭയഭക്തിയോടെ ആയിരിക്കണം. ഓരോ പ്രഭാതത്തിലും ദൈവം നമ്മെ കരുതലോടെയാണ് സംരക്ഷിക്കുന്നത്. ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അവിടെയൊന്നും നമ്മൾ തളർന്നു പോകാതെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഹൃദയത്തോടു കൂടി ആയിരിക്കണം. എല്ലാം നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയും നമ്മളെ പുതിയ മനുഷ്യനാക്കി മാറ്റുന്നതിനു വേണ്ടിയുമാണ്. ദൈവം നമുക്ക് വേണ്ടി ഓരോ നിമിഷവും കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ ആകുലതകളും വേദനകളും അവിടുന്ന് കാണുന്നുണ്ട്. നമ്മുടെ ദുഃഖങ്ങൾ അവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവിടുന്ന് നമ്മെ സഹായിപ്പാനായി സ്വർഗം തുറന്ന് നമ്മുടെ മധ്യത്തിലേക്ക് വരും. നമ്മുടെ വേദനകളും യാതനകളും നമ്മുടെ സങ്കടങ്ങളും നമ്മെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളും നമ്മൾ ഭയന്ന് വിറച്ച് ആരും സഹായമില്ലാതെ മറ്റൊരാളുടെ സഹായത്തിനു വേണ്ടി കണ്ണീരോടെ നാം നോക്കി നിൽക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ആ സാഹചര്യങ്ങളിലേക്കെല്ലാം അവിടുന്ന് ഇറങ്ങി വരികയും നമ്മെ സഹായിക്കുകയും ചെയ്യും. എപ്പോഴും നമ്മൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നമ്മളുടെ അരികിലേക്ക് അയക്കും. ശക്തിമതിയായ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഈശോ അത് നിരസിക്കുകയില്ല. വിശ്വാസത്തോടുകൂടി നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മൗനമായി ഈശോയ്ക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നിന്റെ മക്കളിതാ നിന്റെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അങ്ങ് കരുണയായിരിക്കണമേ. അങ്ങല്ലാതെ മറ്റാരും ഞങ്ങളെ സഹായിപ്പാനായി ഈ ഭൂമുഖത്തില്ല. ഞങ്ങൾ കൈകൾ വിരിച്ചു പിടിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മേ മാതാവേ, അമ്മ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഈശോ ഇത് ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ ഈശോ ആദ്യമായി ഈ ഭൂമിയിൽ വസിപ്പാനായി തിരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരമാണ്. അമ്മയുടെ ഉദരമാണ് ഈശോയുടെ ആദ്യത്തെ സക്രാരി. അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മേ, അങ്ങ് എത്ര ഭാഗ്യവതിയാണ്. തിരുക്കുമാരനെ ഞങ്ങൾക്ക് നൽകുകയും അവിടുന്ന് സ്വന്തം ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തു. ഈശോനാഥ, ആ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ വേദനകളും നിന്റെ മക്കളുടെ സങ്കടങ്ങളും അങ്ങ് കാണുന്നുണ്ടല്ലോ. മക്കൾ അലമുറയിട്ട് കരയുമ്പോൾ സ്വർഗം തുറന്ന് അങ്ങ് ഞങ്ങളെ സഹായിപ്പാനായി കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ജീവിതം ഞങ്ങൾക്കായി നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ എല്ലാ പ്രാർത്ഥനകളെയും അങ്ങ് ഏറ്റെടുക്കണമേ. വേദന നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേദനകൾ മാറ്റിത്തരണമേ. രോഗാവസ്ഥകൾ മാറ്റിത്തരണമേ. കടബാധ്യതകൾ മാറ്റിത്തരണമേ. ജോലിയില്ലാത്ത അവസ്ഥ മാറ്റിത്തരണമേ. തൊഴിലിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ മാറ്റിത്തരണമേ. കുടുംബത്തിലെ സമാധാനമില്ലായ്മയെ മാറ്റിത്തരണമേ. മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ പ്രാർത്ഥിക്കണമേ. കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിപ്പാനുള്ള മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അങ്ങ് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നറിഞ്ഞ് സങ്കടത്തിൽ കഴിയുന്ന മാതാപിതാക്കളുടെ സങ്കടത്തെ മാറ്റിക്കൊടുക്കണമേ. ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം അവരെ അമ്മ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും പേരുപേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു.
അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശത്തേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന ഒരു ജോലി സ്ഥാനത്ത് അവരെ ഇരുത്തണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് അതിവേഗം ഭവനം പണി പൂർത്തീകരിക്കാനുള്ള വഴിവാതിലുകൾ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ബാങ്ക് ലോണുകൾ അടച്ചു തീർക്കുവാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, രോഗക്കിടക്കയിലായിപ്പോയവരെ എഴുന്നേൽപ്പിക്കണമേ. നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിൻ്റെ ബലത്തെ അമ്മ വീണ്ടെടുത്ത് കൊടുക്കണമേ. അമ്മേ മാതാവേ, രോഗികളായ പിഞ്ചു പൈതങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, അമ്മയുടെ തൃക്കരങ്ങളിൽ ഉണ്ണീശോയെ അമ്മ ലാളിച്ച് വളർത്തിയതുപോലെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. അവരെ ഏറ്റെടുക്കണമേ. അവരുടെ രോഗാവസ്ഥകളെ മാറ്റിക്കൊടുക്കണമേ. അവരുടെ കുറവുകളെ മാറ്റിക്കൊടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ മക്കളെ എപ്പോഴും അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ. നാളേക്ക് വേണ്ടുന്ന മക്കളായിരിക്കാൻ ഞങ്ങളുടെ മക്കളെ യോഗ്യരാക്കണമേ. ഈ ലോകമോക സുഖങ്ങളിൽ ഞങ്ങളുടെ പൈതങ്ങൾ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മ വീണ്ടെടുക്കണമേ. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകം അമ്മ അവർക്കായി കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനും കഴിയില്ല അപ്പാ. ഞങ്ങളുടെ വേദനകൾ നീ കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന സങ്കടങ്ങൾ നീ കാണുന്നുണ്ടല്ലോ. അമ്മേ മാതാവേ, നീ ഏറ്റെടുക്കണമേ. ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് മക്കൾക്ക് വേണ്ടി കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന അമ്മ കേൾക്കണമേ. കുടുംബത്തിൽ സമാധാനമില്ലാതെ കഴിയുന്ന മക്കളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ സങ്കടങ്ങൾക്കും ഞങ്ങളുടെ വേദനകൾക്കും അവസാനം കണ്ടെത്താൻ കഴിയുന്നത് അമ്മയ്ക്ക് മാത്രമാണ്. അമ്മയിൽ ആശ്രയം വെച്ചിട്ടുള്ള ഒരുവൻ പോലും ഈ ഭൂമിയിൽ ഇന്നുവരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല. അമ്മേ മാതാവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഇപ്പോഴീ പ്രാർത്ഥനയിലായിരുന്നുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വേദനകൾ അറിഞ്ഞ് അമ്മ അവരെ സഹായിക്കണമേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.